നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതുവാണ് അയഡിൻ. ശരീരത്തിലെ 2/3 അയഡിനും കാണപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയിലാണ്. അയഡിൻ്റെ കുറവുണ്ടായാൽ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനാവില്ല. ദിവസവും 150 മൈക്രോഗ്രാം അയഡിൻ നമുക്ക് ആവശ്യമാണ്. ഗർഭിണികൾക്കും പാലൂട്ടുന്നവർക്കും ദിവസവും 200 മൈക്രോഗ്രാം അയഡിൻ ആവശ്യമാണ്. അയഡിൻ സമൃദ്ധമായ മണ്ണിൽ വളരുന്ന പച്ചക്കറികൾ, അയഡിൻ അടങ്ങിയ വെള്ളം, അയഡിൻ ഉപ്പ് ഇവയിലൂടെയാണ് അയഡിൻ നമുക്ക് ലഭിക്കുന്നത്. സസ്യപ്പുക്കുകളിലെ അയഡിൻ്റെ അഭാവം അയഡിൻ ഉപ്പ് കൊണ്ട് പരിഹരിക്കാനാവും. അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സുഗമമായ പ്രവർത്തനത്തിന് അയഡിൻ ആവശ്യമാണ് എന്നാണ്. വിവിധ ആഹാര പദാർത്ഥങ്ങളിലൂടെ അയഡിൻ നമുക്ക് ലഭിക്കും. തൈറോയ്ഡ് രോഗമുള്ളവരും തൈറോയ്ഡ് രോഗങ്ങൾ തടയാൻ ആഗ്രഹിക്കുന്നവരും ദിവസവും കഴിക്കുന്ന ആഹാരത്തിൽ അയഡിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കണം. ലോകമാകെ നോക്കിയാൽ അയഡിൻ്റെ ഏറ്റവും നല്ല ഉറവിടം കടൽ വിഭവങ്ങളാണ്. മത്സ്യവും മറ്റ് കടൽ ജീവികളും കടലിലെ ഉപ്പുവെള്ളത്തിൽ വളരുകയും അവയുടെ ചർമ്മം ഉപ്പ് വലിച്ചെടുത്ത് മാംസത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. മത്സ്യങ്ങൾ സ്വാഭാവികമായി അയഡിൻ സമൃദ്ധമാണ്. അയഡിൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഒരു വഴിയുണ്ട്. ആഴ്ചയിൽ 3 ദിവസം കടൽ മത്സ്യം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. കെൽപ്പ് എന്ന ആൽഗ അയഡിൻ്റെ മികച്ച ഉറവിടമാണ്. ഇത് സാലഡുകളിലും മറ്റും ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്. കൊഞ്ച്, ചെമ്മീൻ, ഓയിസ്റ്റർ, ഞണ്ട് എന്നിവയെ കൂടാതെ ക്യാരറ്റ്, പഴങ്ങൾ, അണ്ടിപ്പരിപ്പുകൾ, സ്ട്രോബെറി, യോഗേർട്ട്, അരി, പശുവിൻ പാൽ ഇവയിലും അയഡിൻ അടങ്ങിയിട്ടുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഘടകമാണ് സിങ്ക്. ഗോതമ്പ്, ബാർലി, കടല, ആട്ടിറച്ചി, ഞണ്ട് എന്നിവയിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. തൈറോയിഡ് ഹോർമോണുകളായിട്ടുള്ള തൈറോക്സിനും ട്രൈ അയഡോതൈറോണിനും അടിസ്ഥാനപരമായിട്ട് പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. തൈറോയിഡ് ഹോർമോണുകളുടെ പ്രധാന ഘടകമാണ് തൈറോസിൻ എന്ന അമിനോ ആസിഡ്. സോയ ഉൽപ്പന്നങ്ങൾ, ചിക്കൻ, മത്സ്യം, ടർക്കി കോഴിയുടെ മാംസം, നിലക്കടല, പാലും പാലുൽപ്പന്നങ്ങളും അതായത് പാൽക്കട്ടി, പനീർ, തൈര്, മോര് പോലുള്ളത്, അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കരു, എള്ള് എന്നിവയിലെല്ലാം തൈറോസിൻ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. തൈറോയിഡ് രോഗങ്ങളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ അയഡിൻ ഉപ്പിന് കഴിയും. തൈറോയിഡ് രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അയഡിൻ ഉപ്പിന് നിർണായകമായ പങ്കുണ്ട്. ലോകമാകെ 740 മില്യൺ ആളുകൾ ഓരോ വർഷവും അയഡിൻ അപര്യാപ്തത കൊണ്ട് ബുദ്ധിമുട്ടുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. അയഡിൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ, പ്രത്യേകിച്ച് മത്സ്യവും കടൽ വിഭവങ്ങളും കഴിക്കാത്തവർ അയഡിൻ ഉപ്പ് നിർബന്ധമായും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഇന്ന് ലഭിക്കുന്ന പാക്കറ്റ് ഉപ്പുകളെല്ലാം അയഡിൻ ചേർത്തവയാണ്. കറിയുപ്പ് അഥവാ സോഡിയം ക്ലോറൈഡിൽ നിശ്ചിത അളവിൽ അയഡിൻ മിശ്രിതം ചേർത്താണ് അയഡിൻ ഉപ്പ് തയ്യാറാക്കുന്നത്. ഉപ്പിൽ അയഡിൻ്റെ സാന്നിധ്യം എത്തുമ്പോൾ അയഡിൻ അപര്യാപ്തത പരിഹരിക്കപ്പെടും. അയഡിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ പൊതുവെ കുറവാണ്. അയഡിൻ ഉപ്പിൻ്റെ ഗുണത്തെക്കുറിച്ച് ഭൂരിഭാഗം ജനങ്ങളും ബോധവാന്മാരാണ്. അയഡിൻ ഉപ്പിൻ്റെ മണവും രുചിയുമെല്ലാം സാധാരണ ഉപ്പിൻ്റേതുപോലെ തന്നെയാണ്. എല്ലാ ആഹാര സാധനങ്ങളിലും ഉപ്പ് വീണ്ടും ചേർക്കേണ്ടതില്ല. പ്രിസർവേറ്റീവുകളും മറ്റും ചേർത്ത് സൂക്ഷിക്കുന്ന ആഹാര സാധനങ്ങളിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായിരിക്കും. അവയിൽ വീണ്ടും ഉപ്പ് ചേർക്കേണ്ടതില്ല. കല്ലുപ്പ് ഉപയോഗിക്കുന്നവർ ദിവസം 1 പ്രാവശ്യമെങ്കിലും അയഡിൻ ഉപ്പ് ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. കല്ലുപ്പ് വിപണിയിലേക്ക് എത്തുന്ന യാത്രയിലുടനീളം തുറന്നിരിക്കുന്നതിനാൽ അയഡിൻ നഷ്ടമാകാൻ ഇടയുണ്ട്. നമ്മൾ വീടുകളിലാണെങ്കിലും ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സൂര്യപ്രകാശം അമിതമായിട്ട് ഏൽക്കുന്ന സ്ഥലങ്ങളിൽ അയഡിൻ ഉപ്പ് വയ്ക്കരുത്. സൂര്യപ്രകാശം അധികമേറ്റാൽ ഉപ്പിലെ അയഡിൻ നഷ്ടപ്പെടാം. അതുപോലെ തന്നെ അയഡിൻ ഉപ്പ് വായുവിൽ തുറന്നു വയ്ക്കാനും പാടില്ല. ഉപ്പിൽ നിന്ന് അയഡിൻ സാവധാനം ബാഷ്പീകരിച്ച് നഷ്ടമാകാൻ ഇടയുണ്ട്. അയഡിൻ ഉപ്പ് ഇരുണ്ട നിറമുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ തടി അല്ലെങ്കിൽ മണ്ണ് എന്നിവ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളിലോ സൂക്ഷിക്കാം. മുറുകിയ അടപ്പുകൾ കൊണ്ട് അടച്ചു വയ്ക്കുകയും വേണം. 6 മാസത്തിനുള്ളിൽ തന്നെ അയഡൈസ്ഡ് ഉപ്പ് പാക്കറ്റ് ഉപയോഗിച്ച് തീർക്കുകയും വേണം. കറികളിലും മറ്റും ഈ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം ഊറ്റിക്കളയരുത്. അതിലൂടെ അയഡിൻ നമുക്ക് നഷ്ടപ്പെടാം. തൈറോയ്ഡ് രോഗങ്ങളുള്ളവർ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് ആശങ്കപ്പെടാറുണ്ട്. പൊതുവെ ഗോയിറ്റർ ഉള്ളവരാണ് ആഹാരത്തിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ചില ആഹാര പദാർത്ഥങ്ങളും പച്ചക്കറികളും അങ്ങനെയുള്ളവർ ഒഴിവാക്കണം. കപ്പ അഥവാ മരച്ചീനി, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രക്കോളി എന്നിവയിൽ അയഡിൻ്റെ ശരീരത്തിലേക്കുള്ള ആഗിരണത്തെ തടസ്സപ്പെടുത്തുന്ന ഗോയിസ്ട്രോജനുകൾ എന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തയോസയനേറ്റ്, ഫിനോളുകൾ, ഫ്ലോർനോയിഡുകൾ എന്നിവയാണ് പ്രധാന ഗോയിസ്ട്രോജനുകൾ. ക്യാബേജ്, കപ്പ, കോളിഫ്ലവർ എന്നിവ തുടരെ ഉപയോഗിക്കുമ്പോൾ ഈ ഗോയിസ്ട്രോജനുകൾ അയഡിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. തന്മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകും. തൈറോയ്ഡ് പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഇവ കഴിക്കാം. എന്നാൽ തുടരെ ഉപയോഗിക്കരുത്. നന്നായി പാകം ചെയ്യുമ്പോൾ ഇവയുടെ പ്രശ്നങ്ങൾ കുറയുന്നതായും തെളിഞ്ഞിട്ടുണ്ട്. കടുക്, ചോളം, മധുരക്കിഴങ്ങ് എന്നിവയിലും ഗോയിസ്ട്രോജനുകൾ അടങ്ങിയിട്ടുണ്ട്. കടുകിലെ തയോയൂറിയ എന്ന ഗോയിസ്ട്രോജനാണ് വില്ലൻ. കടുകിൻ്റെ ഉപയോഗം പൊതുവെ കുറവാണല്ലോ. കപ്പ പതിവായി കഴിക്കുന്നവരിൽ ഗോയിറ്റർ സാധ്യത കൂടുതലാണെന്നും ചില പഠനങ്ങളിൽ പറയുന്നുണ്ട്. കപ്പയിലെ തയോസൈനേറ്റ് എന്ന ഗോയിസ്ട്രോജനാണ് പ്രശ്നകാരി. കപ്പയും മീനും ഒരുമിച്ച് കഴിക്കുന്നത് പരിഹാരമാകും. കാരണം മീനിൽ അയഡിൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട്. ഇതൊക്കെയാണ് അയഡിൻ ഉപ്പിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ തൈറോയിഡും അയഡിനും തമ്മിലുള്ള ബന്ധവും.